ഹലോ എല്ലാ കൂട്ടുകാർക്കും ടെക്സോൺ പി എസ് സിയുടെ 81ാമത്തെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഫെബിൻ MK. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ അടിപൊളി PSCക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് വരുന്ന എക്സാമുകളുണ്ട്. 2019, 2020 കാലഘട്ടത്തിൽ ഒരുപാട് എക്സാമുകൾ വിളിക്കുന്നുണ്ട്. എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ പറ്റുക എന്നതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്ന്, LGS എക്സാം എങ്ങനെ എഴുതാൻ പറ്റും, പ്യൂൺ അറ്റൻഡർ എക്സാം 2019 വരുന്ന പ്യൂൺ അറ്റൻഡർ എക്സാം, ഖാദി ബോർഡ് LD എക്സാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം, VEO എക്സാം, LD 2020 എക്സാം തുടങ്ങിയ എല്ലാ എക്സാമുകൾക്കും നമുക്ക് പഠിക്കാൻ ഒരൊറ്റ ഫോർമുലയുണ്ട്. അതെന്താണ് ഈ ഫോർമുല, അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക, എങ്ങനെയാണ് 100 റാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് നേടാൻ പറ്റും, ചുരുങ്ങിയ പഠനം കൊണ്ട് എങ്ങനെ നമുക്ക് 100 റാങ്കുകളിൽ കയറാൻ പറ്റുമെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മുഴുവനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് അമർത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോ ക്ലാസ്സിലേക്ക് പോകാം. സ്ഥിരമായിട്ട് റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യനുകളുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു 10-14ഓളം പ്രീവിയസ് 2018 നടന്ന പ്രീവിയസ് എക്സാമിൻ്റെ ലിങ്ക് PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഉദാഹരണമായിട്ട് പോലീസ്, പിന്നെ പോലീസിൻ്റെ എക്സാം ഉണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം ഉണ്ടായിരുന്നു, ബീറ്റ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, കമ്പനി കോർപ്പറേഷൻ ഉണ്ടായിരുന്നു, LGS വേരിയസ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ലാബിൻ്റെ എക്സാം 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. എല്ലാ എക്സാമുകളുടെ അകത്തും നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് നിങ്ങളതെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 15 ദിവസം കൊണ്ട്, ജസ്റ്റ് 15 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അത് നല്ല എഫേർട്ട് എടുത്തിട്ട്, ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിലും ഒരുപാട് പഠിച്ചിട്ടാണെങ്കിൽ 70-80 റാങ്കുകൾക്കുള്ളിൽ അല്ലെങ്കിൽ 80 മാർക്കിൻ്റെ ഉള്ളിൽ ഉള്ളവരാണെങ്കിലും ആരാണെങ്കിലും കുഴപ്പമില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഒരൊറ്റ ഒന്നിൻ്റെയും ഞാൻ അതിൽ ആൻസർ കീ ചെയ്തില്ല. ഒരൊറ്റ എക്സാമിൻ്റെ ഒഴിച്ച് ബാക്കിയുള്ളതൊന്നും ഞാൻ ആൻസർ കീ അതിൻ്റെ അത് ചെയ്തിട്ടില്ല. ആൻസർ കീ കണ്ടുപിടിക്കുക, വർക്കൗട്ട് ചെയ്യുക. എവിടെ നിന്നാണ് ഏരിയ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക. നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നാളെ ആകുമ്പോഴേക്ക് ആ മുഴുവൻ ചോദ്യപേപ്പറും നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഓക്കെ, PDF നിങ്ങൾക്ക് ആ ലിങ്കിൽ ചേറിയാൽ മുകളിലൊരു ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ആ ഡൗൺലോഡ് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ഫോണിലേക്കോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്കോ കമ്പ്യൂട്ടറോ എവിടെയാണെങ്കിലും അത് ഡൗൺലോഡ് ആയിക്കിട്ടും, അത് പ്രിൻ്റ് എടുക്കുക. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത് നോക്കുക, അത് ആ ഭാഗം അടയാളപ്പെടുത്തുക. ഈ 12 അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യനോളം പല എക്സാമുകളാണ്. SLC, 7ാം ക്ലാസ്, 10ാം ക്ലാസ്, +2 ഡിഗ്രി തലത്തിൽ വരെയുള്ള എക്സാമുകളുടെ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഓരോ ഏരിയകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടൊന്ന് വർക്കൗട്ട് ചെയ്തിട്ടൊന്ന് പഠിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ റാങ്ക് ഫയലിലേക്കൊന്ന് പഠിച്ചു നോക്കൂ. ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം, ഖാദി ബോർഡിൻ്റെ അകത്തേക്കുള്ള LD, പ്യൂൺ അറ്റൻഡർ എക്സാം, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും 100% ഷുവറിൽ ഞാൻ പറയാം, നിങ്ങൾ റാങ്ക് ലിസ്റ്റിലുണ്ടാവും. അത് 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, അന്നപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം, ഈ പ്രിൻ്റ് ഔട്ട് എടുക്കുക, നോട്ട്സിലേക്ക് മാറ്റി ചെയ്താൽ ആൻസർ കീ കണ്ടുപിടിക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്തോ. എല്ലാ സഹായത്തിനും ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങളൊന്ന് എഫേർട്ട് എടുത്ത് നോക്കിയാൽ, എഫേർട്ട് എടുക്കാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട്, ഞാൻ ഈ 10-14 ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടെത്തിയ അത് നിങ്ങൾക്ക് ലിങ്ക് രൂപത്തിലാക്കി തരാൻ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 10% തിരിച്ചു കാണിച്ചു പോകും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളുടെ കൈക്കുമ്പിൽ എത്തുന്നതാണ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. ഒരുപാട് എക്സാമുകളിൽ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് 60-70 മാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, അതിൻ്റെ മുകളിലോട്ട് കിട്ടുന്നില്ല. അവസാനം
അവന് സ്ട്രാറ്റജി ഒന്ന് മാറ്റി. പ്രീവിയസ് ക്വസ്റ്റ്യന് PSC നടത്തിയ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യനും ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു. LD ക്ലർക്കിൽ 200 റാങ്കിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റു ഒരുപാട് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്ത് തന്നെ അഡ്വൈസ് മെമ്മോ ലഭിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ജോലി വേണമെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ജോലി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ള എഫേർട്ട് നിങ്ങൾ എടുക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് ഒരിക്കലും ജോലി കിട്ടില്ല. നിങ്ങൾ ആരെങ്ങനെയല്ല, സ്വന്തമായിട്ട് നിങ്ങളൊരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് പഠിച്ചു നോക്കൂ. ഇത്രയും എഫേർട്ട് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 50% തിരിച്ച് നൽകുക. ഉറപ്പായിട്ടും വരുന്ന എക്സാമുകളിൽ നിങ്ങൾക്ക് 100% ഷുവറാണ് ജോലി കിട്ടുന്നുള്ള കാര്യം. നിങ്ങൾ എഫേർട്ട് എടുക്കുക. എഫേർട്ട് എടുത്തോ, നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഒരു അഡ്വൈസ് മെമ്പർ നിങ്ങളുടെ അഡ്രസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ എഫേർട്ട് എടുക്കാതെ എനിക്ക് റാങ്ക് ലിസ്റ്റ് കിട്ടാൻ പറ്റില്ല, എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചവറ് പോലെ പഠിച്ചിട്ടല്ല. നിങ്ങൾക്ക് എന്താണ് ക്വാളിറ്റി സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത്, ക്വാണ്ടിറ്റി അല്ല. ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തു. പ്രീവിയസ് ആയിട്ടുള്ള 60-70% പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഉദാഹരണമായി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കഴിഞ്ഞിട്ടുള്ള പോലീസ് എക്സാമിൻ്റെ അത് ക്വസ്റ്റ്യൻ വന്നില്ലേ? മാസങ്ങളെ ഗ്യാപ്പ് വെച്ചിട്ട് PSC നടത്തിയ രണ്ടാമത്തെ എക്സാം അല്ലേ? അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ 14-15 നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും 14 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തുള്ള 50% ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്, അതല്ലെങ്കിൽ റിലേറ്റഡ് ഫാക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. അന്നപ്പം എന്താ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് എന്താണ് നമുക്ക് കഴിയും, യു ക്യാൻ, നിങ്ങൾക്ക് കഴിയും. ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് റാങ്ക് ഫയലുകൾ വാങ്ങിച്ചിട്ടോ, അതല്ലെങ്കിൽ നിങ്ങൾ എത്ര PSC എക്സാമുകൾ നിരന്തരമായിട്ട് കുത്തുന്ന എഴുതിയിട്ടോ കാര്യമല്ല. PSCയുടെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ PSCക്ക് ഒരൊറ്റ ട്രെൻഡേ ഉള്ളൂ. PSC കുറേ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അത് ഏതൊക്കെ ഏരിയകളിൽ നിന്ന് ഏതൊക്കെ ഫാക്റ്റുകളാണെന്നുള്ളത് ഒരു PSC ഉദ്യോഗാർത്ഥി മനസ്സിലാക്കുന്ന നിമിഷത്തിലാണ് അവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക. അല്ലാതെ നിങ്ങൾ ഇനി എന്ത് മലക്കം മറിഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് കിട്ടൂല. ചെയ്യേണ്ട എന്താണ്, നന്നായിട്ട് എഫേർട്ട് എടുത്തോ. ഈ 14 ക്വസ്റ്റ്യൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വർക്ക് ചെയ്തോ. 15 ദിവസത്തിൻ്റെ ഉള്ളിൽ 14 ക്വസ്റ്റ്യൻ പേപ്പറും പഠിച്ചോളൂ. അടുത്ത സെറ്റും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. ഇതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അതുപോലെ തന്നെ ഞാൻ പ്രീവിയസ് ബുക്കിൻ്റെ ഒരു ലിങ്ക് ഞാൻ ചുവടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ കൂടെ തന്നെ നൽകും. ആ ബുക്കും കൂടി നിങ്ങൾ വാങ്ങാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഒരു വൈക്കം, എന്തിനാണ് ഒരു മടി? ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിക്കുക. ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാണ്. അന്നപ്പം 15 ദിവസത്തെ ടാർഗറ്റാണ് ഞാൻ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ വേണം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക. ചുവടെ ഞാൻ വേറൊരു ലിങ്ക് കൂടി നൽകിയിട്ടുണ്ട്. പ്രീവിയസ് ചോദ്യ പേപ്പർ അടങ്ങുന്ന ഒരു ബുക്കാണ്, അത് ഓൺലൈനിൽ വാങ്ങിച്ചോളൂ. എന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് മനസ്സിലാക്കൂ എങ്ങനെയാണ് പഠിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ റാങ്ക് ഫയലിലേക്ക് വരൂ, പഠിച്ചോളൂ. വിട്ടുപോകുന്ന പോർഷനുകളും കാര്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കൂ. 100 റാങ്കിൻ്റെ ഉള്ളിൽ എത്ര റാങ്ക് കിട്ടണം എന്ന് മനസ്സിൽ എഴുതിയിട്ട് ആത്മാർത്ഥതയോടുകൂടി പഠിക്കുക. കറണ്ട് അഫേഴ്സ്, നല്ല സ്റ്റാൻഡേർഡ് കറണ്ട് അഫേഴ്സ് ഈ ചാനലിലൂടെ നൽകുന്നുണ്ട്, അതും നോക്കൂ. അന്നപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും ഈ ചാനലും ഞാനും സന്നദ്ധമാണ്. ആത്മാർത്ഥമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ 100% ആത്മാർത്ഥതയോടു കൂടിയിട്ട് ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക.
താങ്ക് യു. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫെബിൻ എം കെ. താങ്ക് യു.